ഇനി എങ്ങനെ ഞാൻ ക്യാമ്പസിൽ പോകും? എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലടാ. നീ വിഷമിക്കാതിരിക്കെ. എങ്ങനെ വിഷമിക്കാതിരിക്കും? ഒരു പെണ്ണ് പറ്റിച്ചു പോയെന്ന് കരുതി കരഞ്ഞു തീർക്കാനുള്ളതല്ല നിന്റെ ജീവിതം. 2 വർഷം സ്നേഹിച്ചിട്ട് ഇനി നമുക്ക് പിരിയാമെന്ന് പറഞ്ഞ നിന്റെ ആ പുന്നാർ മോൾക്ക് നിന്നോട് അത്രയൊക്കെ സ്നേഹമുണ്ടായിരുന്നുള്ളൂ എന്ന് ഇപ്പോഴെങ്കിലും നീ തിരിച്ചറിഞ്ഞല്ലോ എന്നോർത്ത് നീ സന്തോഷിക്കുക. ഇതിൽ കൂടുതൽ ഞാൻ നിന്നോട് എന്ത് പറഞ്ഞു തരാനാ? എന്നെ പോലെ തന്നെ നീയും ഇതുപോലെ അനുഭവിച്ചതല്ലേ? എന്നിട്ടും നീ പണ്ടത്തെ പോലെയല്ല സനലെ. കാലം മാറിപ്പോയി. അന്ധകാലത്തിലെ ആമ്പിള്ളേരായിരുന്നു പണി കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് പെമ്പിള്ളേരാ. അവളുമാരുടെ കപട സ്നേഹം തിരിച്ചറിയാതെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കും. ആവശ്യം കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ളവരുടെ സ്ഥാനം ചവറ്റുകുട്ടയിലാണ്. അവളുമാരെ ബോഡി ഗാർഡിനെ പോലെ കൂടെ കൊണ്ട് നടക്കാനും ഫുഡ് വാങ്ങിച്ചു കൊടുക്കാനും സിനിമ കാണിച്ചു കൊടുക്കാനുമൊക്കെയാണ് നമ്മളെപ്പോലുള്ളവരെ സ്നേഹം നടിച്ച് ചതിക്കുന്നത്. എന്തായാലും ഇനി ഞാൻ കോളേജിലേക്കില്ല. എല്ലാവരെയും കമൻസും കളിയാക്കിക്കൊണ്ടുള്ള മുഖഭാവവും എനിക്ക് താങ്ങാൻ പറ്റില്ല. പഠിത്തം നിർത്തി നീ വെറുതെ ഭാവി ഇല്ലാതാക്കണ്ട. ഇതിനേക്കാളും വലിയ അനുഭവമുള്ളവര് ക്യാമ്പസിൽ ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ട്. അവള് പോണെങ്കി പോട്ടടാ. ഇനി നീ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഉടനെ ഒരു പെൺകുട്ടിയെ കണ്ടെത്തി പ്രേമിക്കുക. എന്നിട്ട് നിന്നെ സ്നേഹിച്ച് പറ്റിച്ച ആ പുന്നാര മോളുടെ മുന്നിലൂടെ നീ നിന്റെ പുതിയ പെണ്ണുമായി നടന്ന് കാണിക്കും. അതാ നീ അവളെ തോൽപ്പിക്കാൻ ചെയ്യേണ്ടത്. അല്ലാതെ ക്ലാസ്സിൽ പോകാതെ റൂമിനകത്ത് അടച്ചുപൂട്ടിയിരുന്ന് മദ്യപിച്ചത് കൊണ്ടോ ഞാൻ കൂട്ടിരുന്നത് കൊണ്ടോ ചില ഭ്രാന്തന്മാരെ കാണിക്കുന്നത് പോലെ മുഖത്ത് ആസിഡ് ഒഴിച്ചത് കൊണ്ടോ ഒരു കാര്യമില്ല. ആരാ നോക്ക്. എന്താ പരിപാടി ഇവിടെ? ഒന്നുമില്ല. രാവിലെ മുതൽ വെള്ളമടിയാണെന്ന് ഞാൻ അറിഞ്ഞു. വാ, മാനം പിടിച്ച് വന്നല്ല. ഇരി ഇരി. 2 ദിവസം ആയല്ലോ രണ്ടും കൂടി മുറിയടച്ചിരുന്ന് വെള്ളമടിക്കുന്നു. നിനക്കൊന്നും നാണമില്ലടാ. ഒരു പെണ്ണ് സ്നേഹിച്ചു പറ്റിച്ചെന്ന് പറഞ്ഞ ആത്മഹത്യ നടക്കുന്നു. ആത്മഹത്യയോ? ആര് പറഞ്ഞു? ആരും പറഞ്ഞതല്ല, ക്യാമ്പസ് മൊത്തം പാട്ടാ. ഇനി കുറച്ച് നാളത്തേക്ക് ക്യാമ്പസിലേക്കൊന്നും വരണ്ട. എല്ലാവരും കൂടി കളിയാക്കി വധിക്കും നിന്നെ. ഡാ ചീനു, ഒരെണ്ണം ഒഴിച്ചടാ. കോള വേണ്ട. വാ, എന്നാ കേറ്റ്. നാശം. നിങ്ങളുടെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. എന്തുകൊണ്ടെന്നാൽ മ്യൂച്വൽ ലവ് ഈസ് ഇമ്പോസിബിൾ. കാരണം എന്തായാലും ഒരാൾ ചതിക്കും. സോ എക്സ്പീരിയൻസ് ഈസ് എ ടീച്ചർ. എടാ സനലെ, നീ ഇങ്ങനെ ദുഃഖിച്ചിരിക്കാതെ സന്തോഷിക്കാൻ ശ്രമിക്കട. പ്രേമം, പ്രണയം, നൈരാശ്യം എല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ്. ജീവിതം ഒന്നേ ഉള്ളൂ. അത് കരഞ്ഞു തീർക്കാനുള്ളതല്ല, സന്തോഷിച്ച് തീർക്കാനുള്ളതാണ്.
അതെ അതെ അതെ. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. അടച്ചിനു ഒന്നുകൂടെ വഴി. ആ, ഉം. നിന്റെ ദുഃഖങ്ങൾ ഈ മദ്യത്തോടൊപ്പം അലഞ്ഞില്ലാതാവട്ടെ. ശിവരാത്രി നേർന്നുകൊണ്ട് സുഹൃത്തുക്കളെ വിട. ഓ ഉം, ഉം. വേഗം അടയ്ക്കടയ്ക്ക് ഇനി വേറെ കുരിശ് കയറി വരും. ഉം. ഷൈജു ഏട്ടനെ സ്നേഹിച്ച് പറ്റിച്ച പെണ്ണ് പുള്ളിക്കാരന്റെ മോതിരം വരെ ഊരി പണയം വെപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഓർത്താ നീ തന്നെയാണ് ഈ ഭാഗ്യവാൻ. സ്നേഹിച്ചു പിരിയുമ്പോഴുള്ള വേദന മരണത്തിന് തുല്യമാണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അത് അല്പം മുമ്പ് ഷൈജു ഏട്ടൻ പറഞ്ഞിട്ട് പോയത്. അനുഭവമാണ് ഗുരു എന്ന്. ആരാടാ അത്? ഏതവനാടത്? ആ ഷൈജു തന്നെ ആയിരിക്കും. ഇനി ഏതെങ്കിലും തെണ്ടികള് വലിഞ്ഞേറി വെള്ളമടിക്കാൻ വന്നതാണ്. ആ നീ തുറന്നു നോക്ക്. വാടനാന്നാ തോന്നുന്നേ. മാറ്റിക്കോ. അങ്ങേർക്ക് ഈ പാതിരാത്രി ഉറക്കമൊന്നുമില്ല. നാശം. മാറ്റ. ഇതേതാ ഈ കുരിശ്? ആരാ? എന്താ കാര്യം? ഏയ് ഒന്നുമില്ല. ചുമ്മാ വരാനത് എന്റെ അച്ചി വീടോ? വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ റൂമിൽ താമസിച്ചിരുന്നു. എന്റെ പേര് സേതു. മുഖപരിചയമില്ലാത്തതുകൊണ്ട് ആളറിയാതെ സോറി. ഓ അത് സാരമില്ല. മദ്യപിക്കായിരുന്നല്ലേ പരിപാടി. മദ്യം വിഷമുള്ള പാമ്പാണ്. അത് അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. നിങ്ങളെന്താ നിൽക്കുന്നത്? ഇരിക്കൂ. ആ ചേട്ടനിവിടെ ഏത് ഇയർ ആയിരുന്നു? 1992. ജോലി എന്തെങ്കിലും? ഇല്ല. ഇത് പണ്ട് ഇവിടെ താമസിച്ചിരുന്ന പേരും പറഞ്ഞ് ഓസിന് വെള്ളമടിക്കാൻ വന്നതാ. അല്ലെങ്കിൽ കാശ് ചോദിക്കാനായി. അയ്യോ, ചേട്ടന്റെ വീട് എവിടെയാ? അത് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്കിപ്പോൾ അവിടെ എത്തിപ്പെടാനോ ആവില്ല. പ്രണയ ദുഃഖമാണ് നിങ്ങളെ മദ്യത്തിന്റെ നിഴലിൽ നിർത്തിയിരിക്കുന്നത്. ആഗ്രഹങ്ങൾക്കെന്ന പോലെ ദുഃഖങ്ങൾക്കും കടിഞ്ഞാനിടുക. ഇല്ലെങ്കിൽ അവ നമ്മ മരണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അത് ചിലപ്പോൾ മദ്യത്തിലൂടെയാവാം. സാഹചര്യങ്ങൾ കൊണ്ട് ചില നേരം മിത്രങ്ങൾ പോലും ശത്രുക്കളായി മാറും. ആണിനോടായാലും പെണ്ണിനോടായാലും സ്നേഹിച്ച് നഷ്ടപ്പെടുന്നതിനേക്കാൾ നല്ലത് ഒരിക്കലും സ്നേഹിക്കാതിരിക്കുന്നതാണ്. ഞാനും ഒരു അനുഭവ പാഠപുസ്തകമാണ്. പ്രണയത്തിന്റെ ആദ്യ നിമിഷങ്ങളിൽ സന്തോഷം അനുഭവിക്കുകയും പിന്നീട് കഴിക്കുകയും ചെയ്യും. ഇന്നത്തെ ലോകത്തിൽ സത്യസന്ധമായ പ്രണയവും സ്നേഹവും വെറും കാപട്യം മാത്രമാണ്. സത്യസന്ധമായ അവസ്ഥ തിരിച്ചറിയാൻ പറ്റാത്ത കാലം. ചേട്ടൻ മദ്യപിക്കൂ? ഒരെണ്ണം ഒഴിക്കട്ടെ? നിങ്ങളെപ്പോലെ എനിക്ക് മദ്യപിക്കാൻ സാധിക്കില്ല സുഹൃത്തുക്കളെ. എന്റെ ലോകം വേറെയാണ്. ആ ലോകത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കില്ല. ചേട്ടന് പഠിക്കുന്ന കാലത്ത് വല്ല പ്രേമപ്പനി ഉണ്ടായിരുന്നാ? മനുഷ്യന്റെ പനിക്കൂടാണ് പ്രണയം. അതില്ലെങ്കിൽ എന്ത് ജീവിതം? ആ പനിയുടെ കുളിർമയിലാണ് നമ്മുടെ ജീവിതം ഒരു പരിധിവരെ മുന്നോട്ട് പോകുന്നതും.
പ്രണയക്കുരുക്കിൽ ജീവിതം ഹോമിക്കപ്പെട്ടവരുടെ കഥകൾ എണ്ണിയാൽ ഒടുങ്ങാത്തവയാണ്. അതിൽ പരതി നോക്കിയാൽ കാണാൻ സാധിക്കും എന്റെ പ്രണയവും. ഒരു നാൾ നിങ്ങൾ എന്നെക്കുറിച്ചും എന്റെ പ്രണയത്തെക്കുറിച്ചും അറിയും. അന്ന് നിങ്ങളുടെ മനസ്സ് നിരാശകളിൽ നിന്നും അകന്നുപോകും. അന്ന് നിങ്ങൾ ചിന്തിക്കും, അയാൾ അനുഭവിച്ച ദുഃഖത്തിന്റെ 10-1 പോലും ഞാൻ അനുഭവിച്ചിട്ടില്ലല്ലോ എന്ന്. ഇന്നെന്റെ ജന്മദിനമാണ്. നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷം. ഹൃദയം തുറന്ന് സംസാരിക്കുകയും സുഹൃത്തിന് നല്ല വഴി കാണിച്ചു കൊടുക്കുന്നവനുമാണ് ഒരു യഥാർത്ഥ സ്നേഹിതൻ. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇന്നലെ രാത്രി നീ സ്വപ്നത്തിൽ കണ്ടത് 8 വർഷം മുമ്പ് നിങ്ങളുടെ റൂമിൽ വിഷം കഴിച്ച് മരിച്ച സേതുവിന്റെ ആത്മാവായിരിക്കുമെന്നാണ്. പേടിക്കാനൊന്നുമില്ല, പുള്ളി ഇങ്ങനെ ഇടയ്ക്ക് വന്നിട്ട് പോകും. സത്യത്തിൽ പുള്ളി എന്തിനാ ആത്മഹത്യ ചെയ്തത്? പ്രേമനൈരാശ്യം.